കാണുന്ന പറഞ്ഞിട്ട് ഒരു പട്ടിക്കുഞ്ഞിനെ പോലും കാണാനില്ലല്ലോ. ചേട്ടൻ കാണുന്നില്ലെന്നുള്ളൂ, ചേട്ടൻ എല്ലാവരും കാണുന്നുണ്ട്. പിന്നെ ഓടും നിയമമുണ്ട് പിരിക്കട്ടെ. ഇല്ല, കുഴപ്പമില്ല. വീട്ടില് നീ മിനിമാളിലേക്ക് വാ. എന്താ സാറേ എന്താണ് അവൻ്റെ ഒരു ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടി എന്താടാ അപ്പം വേട്ടക്കാരനായിരുന്നു. വീട്ടിലുള്ളതിനേക്കാൾ അധികം കാട്ടിലാണ്ടാവുക. എപ്പം വെടിയടച്ചൊക്കെ കൊണ്ടുവരും. ഇപ്പം എന്തല്ലോ മൃഗങ്ങളെ പിടിക്കാൻ പാടില്ലെന്ന് മനുഷ്യന്മാർക്കെതിരെ തന്നെ നിയമങ്ങൾ ഉണ്ടാക്കാണ്. മണ്ടന്മാര്. അത് കൊള്ളാം. എടാ സുനി, നീ എങ്ങനെ ഒന്ന് വേണിതില്? പഴയ പോലെ മരം വെട്ടുന്നില്ലെന്നേ. പഞ്ചായത്ത് പേപ്പർ ഇട്ടാനൊക്കെ വലിയ പാടാന്ന്. പിള്ളേരണ്ടര പഠിക്കലാന്ന്. അല്ല ഞാൻ ഈ പണിക്ക് വരുക, അത് ഈ വിറകിൻ്റെ ഒപ്പം. ആയിരുന്നു ആ, അതാവശ്യം വരും. നീ അവനോട് കള്ളു കുടിച്ചിട്ടുണ്ടോ? അവനോട് രണ്ടാമത്തെ ബിഗിലവൻ തർക്കം തുടങ്ങും, മൂന്നാമത്തെ അടി പറയണമെങ്കിൽ സമ്മതിച്ചു കൊടുത്താൽ മതി. വെറുതെ എന്തിനു തർക്കിക്കാൻ നിൽക്കണം? തോക്കുകയിരിക്കുമ്പോഴുണ്ട്. പാപത്തിനോട് പോയി പണിയൊക്കെ പറ, കുടുംബയോടും കാര്യങ്ങളും. തൽക്കാലം ഞാൻ പറയണ ഇടയ്ക്ക് എനിക്കറിയാമോ? ഹലോടാ, നീ മാളിന് വെയിറ്റ് ചെയ്യ്. ഞാൻ ഇറങ്ങി. നിങ്ങൾ സമാധാനായിട്ടിരിക്കും, ഞാനങ്ങ് വന്നുകൊണ്ടിരിക്കല്ലേ. എന്റെ വണ്ടി അവനോട് ഞാൻ എന്താ പറയും? കർത്താവേ, നോക്കിട്ട് സാറേ എന്താ പണി പാളി സാറേ. അത് കുഴപ്പമില്ലടാ. ഇറങ്ങ് എടാ മങ്കി. ഐറ്റം ഹെവി ആണെന്ന് തോന്നുന്നു. ചേട്ടോ ഇപ്പൊ കോരിട്ട പോലെ. സാധനം ഇവിടെ ഉണ്ട്. എടാ എന്ത് സാധനം? പുലി. പുലിയാ? എന്താടാ പുറത്ത് പുലി? പുലിയോ? മരങ്ങളിൽ കോറിയിടും. ഇവിടുത്തെ തീറ്റ അവനുള്ളതാ. വേറെ ആരോ അവൻ്റെ ഏരിയ വന്ന് കയറണ്ടെന്നുള്ള അറിയിപ്പ്.